എടി, നിന്റെ മോൾക്ക് ഈ ജന്മം ഒരമ്മയാകാൻ പറ്റത്തില്ലെന്ന് നിനക്കറിയാം. എന്നാലും നിന്റെ മനസ്സിലുള്ള മോഹങ്ങളെ നീ ഇങ്ങനെ അങ്ങ് തീർത്തുകൊണ്ടിരിക്കുക. ഈ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്ത് എന്നാ പിന്നെ കൊടുക്ക്. ഡേ, അവനെ കൊണ്ടുപോയി കളഞ്ഞിട്ട് വേറെ ആരെങ്കിലും കെട്ടടി. അപ്പൊ നിനക്ക് വിശേഷം ഉണ്ടെന്നും പറഞ്ഞ് ഇങ്ങോട്ടേക്ക് കയറി വരാം. നിന്റെ അമ്മച്ചിയെ കൊണ്ട് എന്താന്ന് വെച്ചാ നിനക്കുണ്ടാക്കി കഴിക്കാം. ഇഷ്ടംപോലെ കാശുണ്ടല്ലോ, അതുകൊണ്ട് കറങ്ങി നടക്കുകയും ചെയ്യാം. എന്ന് കരുതി നീ എത്ര നാളിങ്ങനെ കറങ്ങി നടക്കൂടി? കഴിയുന്നിടത്തോളം കാലം. അത് കഴിഞ്ഞാലോ? അത് കഴിയുമ്പോഴല്ലേ. അപ്പ എന്താന്ന് വെച്ചാ ഞാൻ തീരുമാനിച്ചോളാം. മനഃപൂർവ്വം വഴക്കുണ്ടാക്കാൻ വേണ്ടി വന്നിരിക്ക. ഈ തിളച്ച വെളിച്ചെണ്ണ എടുത്ത് ഇവളുടെ മുഖത്തോട് ഒഴിച്ചു കൊടുക്കുക വേണ്ടത്. ഇവളുടെ മാത്രമല്ല, പലഹാരം ഉണ്ടാക്കിക്കൊണ്ട് ഒരുത്തി നിൽക്കുന്നില്ലേ, ഇവളുടെ മോന്തയ്ക്കും കൂടെ ഒഴിച്ചു കൊടുക്കണം. മോള് വാ മോളെ. മോളെ, ഇനി ഒരാള് കൂടി വരാനുണ്ട്. അങ്ങേര് പുറത്തെവിടെ പോയിരിക്കുക. അങ്ങേര് വരുന്നതിന് മുമ്പ് കണ്ണനെയും കുട്ടി മോള് പോകാൻ നോക്ക്. ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. നാളെ രാവിലെ മോൾക്ക് ഇഷ്ടത്തിന് പലഹാരമായിട്ട് അമ്മ അങ്ങോട്ട് വന്നോളാം. ഇനി നാളെ എന്തിനാ അമ്മ വരുന്നേ? അപ്പൊ അമ്മ അങ്ങോട്ട് വരണ്ടേ? അമ്മ വരുന്ന എനിക്ക് സന്തോഷം തന്നെയാ. അതിനെന്തിനാ അമ്മ വെറുതെ പലഹാരമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത്? അതല്ല മോളെ, ഇന്ന് അമ്മയ്ക്ക് അറിയാവുന്ന എല്ലാ പലഹാരങ്ങളും ഉണ്ടാക്കണം. അങ്ങനെയെങ്കിലേ മറ്റന്നാൾ ഒരു സന്തോഷമുണ്ട്. അന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയാ. അയ്യോ, പറഞ്ഞതുപോലെ ശരിയാണല്ലോ. കരുണയും ഉണ്ണിയും തമ്മില് വേർപിരിഞ്ഞ പോലെ നിൽക്കുക. അതുകൊണ്ടാ അവൾ അതൊന്നും ഓർക്കാത്തെ. അമ്മ വരികയാണെങ്കിൽ അതിന് പലഹാരമായിട്ട് വരികയാണെന്ന് പറഞ്ഞാ മതി. ദേ, അതുപോലെ തന്നെ ഇതൊക്കെ ഉണ്ടാക്കുമ്പോ അവളുടെ പകുതി ഇവിടെ വെച്ചേക്കണം. അമ്മ ഉണ്ടാക്കുന്നത് ഇഷ്ടമല്ലെന്ന് പറഞ്ഞാലും അവക്ക് കൊടുക്കാതെ എനിക്ക് കൊണ്ടുവന്നാ അത് പിന്നെ വലിയ പ്രശ്നമാവും. ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ഭാഗ്യമുള്ള പെൺകുട്ടി നീ ആയിരിക്കും മോളെ. നീ കാണുന്ന ആ സിദ്ധിയായ അമ്മയുടെ വാക്കുകളെല്ലാം സത്യമായിട്ട് വരിക. അതുകൊണ്ട് ഇനി കുഞ്ഞിന്റെ കാര്യത്തിൽ ആശങ്കയൊന്നും വേണ്ട. ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ തന്നെ മോള് ജന്മം നൽകും. എന്തായാലും ഞാൻ ഇതൊക്കെ ഒന്ന് പൊതിഞ്ഞെടുക്കട്ടെ മോളെ. ഇങ്ങോട്ട് തന്നേക്ക്. ശരീരമൊക്കെ നോക്കണേ മോളെ, നന്നായിട്ട് തന്നെ നോക്കണേ. അതൊക്കെ അമ്മയുടെ മോളോട് പറയേണ്ട കാര്യമില്ലമ്മേ. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പോലും ശ്രദ്ധിച്ചോളാം. ഒട്ടും വിശ്വാസമില്ലാത്ത ആൾക്കാർ താമസിക്കുന്ന വീടാ. ആ ബോധം ഞങ്ങൾക്കുണ്ട്. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ആ നിമിഷം തന്നെ ഇയാളെ അനന്തുവിന്റെ വീട്ടിലേക്ക് മാറ്റിക്കോളാം. ഈ വാർത്ത അറിയുമ്പോ തന്നെ ലേഖ അനന്തവും പറയും അവിടെ നിർത്തിക്കൂടെയെന്ന്. ഒരാളെ കൂടെ കാണാനുണ്ടായിരുന്നു. ആ ആളും എത്തിയല്ലോ. അതിനു മുൻപ് പോട്ടേന്ന് കരുതിയ ഞാൻ ധൃതി കൂട്ടിയത്. നിന്റെ മോള് മാത്രമല്ലല്ലോടി, പ്രിയപ്പെട്ട മരുമോനും ഉണ്ടല്ലോ. മൂന്നാറ്റിലൊക്കെ പോയി മൂന്നാറിങ്ങി വിലക്ക് വാങ്ങിച്ചോടാ. അവിടെ 0 ഡിഗ്രിക്ക് താഴെയാണെന്നൊക്കെയാ ഇടയ്ക്ക് വാർത്തയിലൊക്കെ പറയുന്ന കേട്ടെ. ഇവളങ്ങ് ചെന്നതോടെ തണുപ്പുരുകി കാണും, ചൂടങ്ങ് കൂടിക്കാണും. അങ്ങനെ ചൂട് കൂടണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അമ്മയും മോളും കൂടെ അങ്ങോട്ട് പോകണം. എന്തിനാടാ ഇവളെ ഇങ്ങനെ കെട്ടി എഴുന്നള്ളിച്ചോണ്ട് നടക്കുന്നേ? ഇവള് നിന്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം നിനക്ക് എന്ത് മെച്ചം ഉണ്ടായിട്ടുള്ളേ? ഒരുപാട് സംസാരം നിങ്ങളുടെ അമ്മയുടെയും മോളുടെയും ഭാഗത്തുനിന്നുണ്ടായി. അതൊക്കെ കേട്ടിട്ടാ പോവാൻ പോകുന്നേ. എങ്ങനെ പറയാതിരിക്കൂടാ? എന്റെ കൊച്ചു ബന്ധം പോലും വേണ്ടെന്ന് വെച്ചിട്ട് ഇവിടെ വന്ന് നിൽക്കുക. അവക്കൊരു കുഞ്ഞ് ജനിച്ചിരുന്നെങ്കിലേ നിങ്ങൾക്ക് രണ്ടിനും അതിനെങ്കിലും ലാളിക്കായിരുന്നു.
അതിനുള്ള അവസരം പോലും നിങ്ങൾ രണ്ടും കളഞ്ഞു വിളിച്ചില്ലേ? ഞങ്ങളാണോ അത് കളഞ്ഞു വിളിച്ചത്? ഞങ്ങൾ കാരണമാണോ അവൾക്ക് അവളുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടത്? ആ, കുഞ്ഞിനെ നഷ്ടപ്പെട്ട കഥയൊക്കെ ഞങ്ങൾക്കറിയാം. അത് കേസായിരുന്നെങ്കിൽ അമ്മയും മോനും കൂടെ ഇപ്പൊ ജയിലിൽ കിടന്നേനെ. മോളുടെ കുഞ്ഞിനെ ഇല്ലാതാക്കിയിട്ട് മറ്റുള്ളവരുടെ തലയിൽ ആ കുറ്റം കെട്ടിവെക്കാൻ നോക്കുകയാണോ? അവക്ക് ഇനി ഒരു കുഞ്ഞ് ജനിക്കൂടി. എന്റെ മോക്കെ ഒരു കുഴപ്പമില്ല. അതുപോലെ തന്നെയാണ് നിന്റെ മോളുടെ കാര്യവും. ദേ, ഇവക്കൊരു കുഞ്ഞ് ജനിക്കാൻ ഒരു തടസ്സവുമില്ല. ആ തടസ്സം എന്ന് പറയുന്നത് ദേ ഇവനാ. ഒരുത്തിയുടെ ജീവിതം നശിപ്പിച്ചതിന് നഷ്ടപരിഹാരമായിട്ടാ ഇവനിപ്പോ ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നീ മൂന്നാർ ചുറ്റുന്നതും നാളെ ചന്ദ്രനിൽ പോന്നെങ്കിൽ അങ്ങോട്ട് പോകുന്നതൊക്കെ നിനക്കൊരു കുഞ്ഞിനെ തരാൻ കഴിയില്ലെന്നുള്ള ബോധമുള്ളതുകൊണ്ടാ. അത് ഞാനങ്ങ് സഹിച്ചു. ആ, ഇനിയിപ്പോ സഹിച്ചല്ലേ പറ്റൂ. നിങ്ങൾ പറയുന്ന കഴിവുകെട്ട എന്നെ എന്റെ ഭാര്യയ്ക്ക് ജീവനാ. മറിച്ച് ഈ അമ്മ നിങ്ങൾ കാരണം ഒരുപാട് തവണ കരഞ്ഞിട്ടുണ്ടാവും. മഹിയുടെ അച്ഛനെ നഷ്ടപ്പെട്ടപ്പോ മറ്റൊരു കല്യാണം കഴിച്ചതിന്റെ പേരില് സ്വയം ശപിച്ചിട്ടുണ്ടാവും. അത്രയ്ക്ക് മനസാക്ഷി ഇല്ലാത്ത ഒരുത്തനാടോ താൻ. നിർത്തടാ. എന്തിനു നിർത്തുന്നത്? കണ്ണേട്ടം പറഞ്ഞതിന്റെ അപ്പുറം പറയാൻ എനിക്കുണ്ട്. പറയണോ അത്? കൂടുതലാരും സംസാരിക്കണ്ട. മോൻ പറഞ്ഞത് 100% സത്യമാ. കണ്ണനൊപ്പം രാജകുമാരിയെ പോലെയാ എന്റെ മകള് ജീവിക്കുന്നത്. അങ്ങനെ കഴിയേണ്ടടുത്ത് നിങ്ങളും നിങ്ങളുടെ അമ്മയും കൂടി നശിപ്പിച്ചതാ എന്റെ ഇളയ മോളുടെ ജീവിതം. എന്നിട്ട് കൂടുതൽ പ്രസംഗിച്ചാ ചിലപ്പോ ഞങ്ങളുടെ നാവിലും പിഴവ് സംഭവിച്ചു എന്ന് വരാം. എന്തിനാണ് ഇങ്ങനെ വഴക്കിടാൻ വേണ്ടി ഇവളെയും കൊണ്ട് വരുന്നേ? പുറത്തു പോയിട്ടും മനസ്സൊന്ന് ശാന്തമാക്കിയിട്ട് വന്നതാ. അത് പോയി കിട്ടി. ഓരോ ജന്മങ്ങളും മനുഷ്യരും സമാധാനം കളയാൻ വേണ്ടി വരും. ശല്യങ്ങൾ. അമ്മയും ഇപ്പൊ ഇങ്ങനെ ബോൾഡായിട്ട് സംസാരിക്കുന്നതില് സന്തോഷമുണ്ട്. അത് വേണം. അതിന്റെ പേരില് അമ്മയെ തല്ലാനോ കൊല്ലാനോ വന്നാല് വിളിച്ചെന്ന് പറഞ്ഞാൽ മതി. ആ നിമിഷം ഞങ്ങളിവിടെ ഒന്ന് കൂട്ടിക്കൊണ്ട് പൊയ്ക്കോളാം. അല്ലെങ്കിലും മോളുടെ അടുത്ത് വന്ന് കുറച്ചു ദിവസം നിൽക്കണമെന്നുണ്ട്. എന്നാ പിന്നെ അമ്മയെ ഞങ്ങളോട് പോര്. ആ, ഞാനങ്ങോട്ട് ഉടനെ വരുന്നുണ്ട്. ഇന്ന് കുറച്ച് പലഹാരം ഉണ്ടാക്കിയിട്ടുള്ളൂ. അതിലൊന്നിലും എനിക്കൊരു തൃപ്തിയും വന്നിട്ടില്ല. എന്നുവെച്ചാ അവിടെ താമസിക്കാനൊന്നും അല്ല കേട്ടോ ഞാൻ വരുന്നത്. അവിടെ വന്നാലും കണ്ണന്റെ അമ്മയ്ക്കും ഉണ്ണിക്കൊന്നും അത് ഇഷ്ടപ്പെടില്ല എന്നും അറിയാം. എങ്കിലും ഇടയ്ക്ക് മോളെ കാണുന്നതും മോൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതും ഒരു സന്തോഷ. എന്നാ പിന്നെ ഞങ്ങൾ പോയിട്ട് വരാമേ. ശരി മോനെ. ശരി അമ്മ. ശരി. പോയിട്ട് വരാമേ. സ്നേഹപ്രകടനങ്ങൾ കണ്ടില്ലേ? സ്നേഹിക്കട്ടെ സ്നേഹിക്കട്ടെ. ശരി എന്നാ. ഇങ്ങോട്ട് വന്നില്ല രണ്ടും. അതിനുമുമ്പ് വറുത്തുകോരി എന്തൊക്കെയാ കൊടുത്തു വിടുന്ന. അതുപോലൊരു ദിവസം അവളെയും അവളുടെ അമ്മയും മരുമോനെയും വറുത്ത് കോരുമോള ഞാൻ.
കേറി പോവാ മോളെ, ഇല്ലെങ്കിലേ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും. ലേഖേ, ലേഖേ, പാൽപ്പായസം ഉണ്ടാക്കിയില്ലേ? ഉണ്ടാക്കി. ഞാനൊരു ഗ്ലാസ് എടുക്കട്ടെ, ഒന്ന് രുചിച്ച് നോക്കാമല്ലോ. അത് വേണ്ട, നീ ഉണ്ടാക്കിയതല്ലേ, കുഴപ്പമൊന്നും കാണത്തില്ല. നിങ്ങളെത്തിയോ? വാ വാ വാ. ഞങ്ങളോട് കണ്ണൻ സാറാ വിളിച്ചു പറഞ്ഞത് പെട്ടെന്ന് ഇങ്ങോട്ട് വരണമെന്ന്. എന്നിട്ട് അവരെത്തിയില്ലേ? അവരിപ്പോ വരുന്ന പറഞ്ഞ്. എന്നോട് പാൽപ്പായസം ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞു. എന്തോ സന്തോഷമുണ്ടെന്ന കാര്യം ഉറപ്പാ. കണ്ണനെ വിളിച്ചപ്പോ പറഞ്ഞായിരുന്നു മാർക്കോയിൽ ലോപ്പസ് ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. എന്താ കാര്യമൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അതാ ഞങ്ങളും ആലോചിക്കുന്ന. അവരുടെ വെഡിങ് ആനിവേഴ്സറി വരുമോ? പക്ഷെ അത് ഇന്നല്ല. വെഡിങ് ആനിവേഴ്സറി ആണെങ്കിൽ പാൽപ്പായസം വയ്ക്കാൻ പറയത്തില്ലല്ലോ, കേക്ക് മുറിക്കാന്നല്ലേ പറയത്തുള്ളൂ. ഇതിപ്പോ നമ്മളെല്ലാവരെയും സസ്പെൻസിലാക്കിയല്ലോ സാറേ. അതെ, അവര് തോമസ് സാറിന്റെ വീട്ടിലോട്ടാ പോയത്. പിന്നെ വിളിച്ചപ്പോ മഹിയുടെ കുടുംബത്തിൽ പോകുന്നും പറഞ്ഞിരുന്നു. അങ്ങനെ എല്ലായിടത്തും പോയിട്ടുണ്ടെങ്കിൽ എന്തോ നല്ല സന്തോഷ വർത്തമാനം അവർക്ക് പറയാനുണ്ട്. കണ്ണന്റെ പിറന്നാൾ ദിവസമൊക്കെ എനിക്കറിയാം. ഇനി മഹിയുടെ പിറന്നാളോ മറ്റോ ആണോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതെ, ഇനി അധിക നേരം നമ്മൾ കാരണം അന്വേഷിച്ച് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ദേ അവരെത്തി. അതെ, നിന്റെ പിന്നാലൊക്കെ ആളുണ്ടാവും. ഏതു നേരവും മഹിയെ ചേർത്ത് പിടിച്ചോണ്ട് ഇങ്ങനെ വരരുത്. പിന്നെ വീൽ ചെയർ നടക്കണം ഇവിടെ വരുമ്പോഴും. നടക്കേണ്ട സമയമാണെങ്കിൽ നടക്കണം. അറിയാലോ, ഒരുത്തം മൂന്നാറിൽ വെച്ച് കണ്ടതാ നീ മഹിയുടെ കൈ പിടിച്ചോണ്ട് നടക്കുന്നത്. പിന്നെ അവൻ മദ്യത്തിൽ മുങ്ങി താണതുകൊണ്ടാണ് കണ്ട കാഴ്ച ഉറപ്പിക്കാൻ പറ്റാതെ നടക്കുന്നത്. അതൊക്കെ അവിടെ നിക്കട്ടെ. എന്തിനാ പാൽപ്പായസം ഉണ്ടാക്കണമെന്ന് പറഞ്ഞത്? മാർക്കോയോടും ലോപ്പസിനോടും ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞ എന്തിനാ? എല്ലാവർക്കും നല്ല അസൽ ഒരു ഗ്ലാസ് പാൽപ്പായസം കൊടുക്കണം. അതുപോലൊരു വാർത്തയാ ഇയാൾ കേൾപ്പിച്ചിരിക്കുന്നത്. എന്താണ്? പ്രതീക്ഷിച്ചതിനേക്കാൾ മുൻപേ നമ്മൾ ആഗ്രഹിച്ചതൊക്കെ നടന്നു. തോമസ് സാറിന്റെ വീട്ടിൽ പോയപ്പോ സാർ ഇയാളുടെ കൈപിടിച്ച് ഞരമ്പ് പരിശോധിച്ചിട്ട് പറഞ്ഞു കാര്യങ്ങളൊക്കെ. എന്നാലത് ഒന്നുകൂടെ ഉറപ്പിക്കാൻ വേണ്ടി ഒരു ഡോക്ടറെയും കണ്ടു. അപ്പൊ തോമസ് സാർ പറഞ്ഞത് തെറ്റിയില്ല. ഇയാളുടെ വയറ്റിലെ അനക്കം തുടങ്ങി. ഇയാളൊരു അമ്മയാവാൻ തയ്യാറെടുക്കുക. സത്യടി, നീയും അനന്തമൊക്കെ ആഗ്രഹിച്ച പോലെ നിങ്ങൾക്കൊക്കെ ലാളിക്കാൻ ഒരു കുഞ്ഞു വരാൻ പോവാ. മഹി,
കുറച്ച് വൈകി കുഞ്ഞുങ്ങളൊക്കെ മതിയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. പക്ഷേ ദൈവത്തിന്റെ തീരുമാനം കുറച്ചുകൂടെ നേരത്തെ ഞങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കണമെന്നായിരുന്നു. അല്ല, ഇതിങ്ങനെ പാൽപ്പായസത്തിൽ ഒതുക്കിയാൽ മതിയോ സാറേ? അതെ, പാൽപ്പായസത്തെ ഒതുക്കുന്നില്ല. ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി വരിക. അന്നത്തെ ദിവസം കേക്കൊക്കെ മുറിച്ച് ഇതൊന്നുകൂടെ വിശാലമായിട്ട് ആഘോഷിക്കാം. എടാ, ഹോട്ടൽ ബുക്ക് ചെയ്യണോടാ? ഏയ്, ഹോട്ടലൊന്നും ബുക്ക് ചെയ്യണ്ട. നമുക്ക് ഇവിടെ വെച്ച് തന്നെ മതി ആഘോഷങ്ങള്. ഞങ്ങള് വീട്ടിൽ പോയിട്ടാ വരുന്നേ. അമ്മയുടെ ഈ വിവരം പറഞ്ഞു. അമ്മയ്ക്ക് ഭയങ്കര സന്തോഷായി. അപ്പൊ ഞങ്ങൾക്കാണോ സന്തോഷമില്ലാത്ത? ഇവളുടെ ഏറ്റവും വലിയ പ്രാർത്ഥനയായിരുന്നു മഹിക്കൊരു കുഞ്ഞ് ജനിക്കണമെന്ന്. എല്ലാത്തിനും ദൈവത്തിനോട് നന്ദി പറയണേ സാർ. പ്രത്യേകിച്ച് അയ്യപ്പസ്വാമിയോട്. അതെ, ഒരു മണ്ഡലകാലത്താ എനിക്കെല്ലാം ഭഗവാൻ നഷ്ടപ്പെടുത്തിയത്. അതേ അയ്യപ്പസ്വാമി തന്നെ മറ്റൊരു മണ്ഡലകാലം കഴിഞ്ഞപ്പോ എനിക്കെല്ലാം തന്നു. ആദ്യം നല്ലൊരു ഭാര്യയെ, അതിനുശേഷം എന്റെ തളർച്ച മാറ്റി. ഇപ്പതേ ഒരു കുഞ്ഞിനെയും തരാൻ പോകുന്നു. എടാ അനന്തവും, ഒരു 10-12 വയസ്സുള്ളപ്പോ നിന്നോടും നമ്മുടെ കൂട്ടുകാരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യം കെട്ടൊരു പയ്യനെ ഞാനെന്ന്. അന്ന് എന്റെ അരയ്ക്ക് താഴോട്ട് തളരുക മാത്രമല്ല ചെയ്തത്, എന്റെ അച്ഛനെയും അമ്മയും നേരത്തെ അങ്ങ് വിളിച്ചു. എന്നാൽ ഇന്ന് ഞാൻ പറയുക, ഈ ലോകത്ത് ഇത്രയും ഭാഗ്യമുള്ള ഒരാള് വേറെയില്ല. എന്റെ മഹാലക്ഷ്മി എനിക്ക് ഭാഗ്യം കൊണ്ടാ വന്നത്, മഹാഭാഗ്യം കൊണ്ട്. പെങ്ങളെ, പായസം എടുക്ക്. നീ കൊണ്ടുവരുന്നു. വാ മഹി. കൺഗ്രാറ്റുലേഷൻസ്. അതേടാ മോനെ, കുംഭമാസത്തിലെ കാർത്തികയ്ക്കാ ആ നല്ല വാർത്ത മഹാലക്ഷ്മിയെ തേടിയെത്തിയത്. ഇനിയൊരു കാർത്തിക ദിവസം തന്നെയായിരിക്കും ആ കുഞ്ഞ് ജനിക്കാൻ പോകുന്നത്. അമ്മ പറഞ്ഞാ പിന്നെ അതിന് മാറ്റം ഉണ്ടാവില്ലല്ലോ. കുഞ്ഞുനാളിലെ അച്ഛനെ നഷ്ടപ്പെട്ട കുട്ടിയാ മഹാലക്ഷ്മി. അന്ന് തൊട്ട് ആ കുട്ടിയും അതിന്റെ അമ്മയും ദൈവങ്ങളെ വിളിച്ചുണർത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെയുള്ളവരുടെ കൂടെ ഈശ്വര ചൈതന്യം ഉണ്ടാകും. അവരെ ഒരിക്കലും ആർക്കും ആത്യന്തികമായി പരാജയപ്പെടുത്താൻ കഴിയില്ല. അതുതന്നെയാണല്ലോ മഹാലക്ഷ്മിയുടെ ജീവിതത്തിലും കണ്ടുവരുന്നത്. മഹാലക്ഷ്മിയുടെ മാത്രമല്ല, കണ്ണമ്മോന്റെ ജീവിതത്തിലും അത് തന്നെയാ കാണുന്നത്. ആ കുട്ടിയുടെ അച്ഛനും അമ്മയും ബാല്യത്തിലേ അതിന് നഷ്ടപ്പെട്ടതാ. അന്ന് ആ മോൻ അനുഭവിച്ച വേദനയ്ക്കാ ഇന്ന് ദൈവം പിഴ ഒടുക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി അവരുടെ ജീവിതത്തില് ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാകാനിരിക്കുന്നു. അതുപോലെ തന്നെ അവരെ തകർക്കാൻ നോക്കുന്നവർക്കൊക്കെ ഒരുപാട് താഴ്ചയും. ആ, ഞാൻ തന്ന വേല് നിന്റെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ. അത് പിന്നെ ഞാൻ കളയൂ അമ്മേ. ഭദ്രമായിട്ട് എന്റെ പോക്കറ്റിൽ തന്നെ ഉണ്ട് ഏതു നേരവും. എന്തെങ്കിലും ഭയമോ ആദ്യമോ ഉണ്ടാകുമ്പോ ആ വേലിൽ അമർത്തി പിടിക്കണം. ആ സമയത്ത് ഉള്ളിലൊരു തണുപ്പായിരിക്കും. എന്ന് മാത്രമല്ല, ആർക്കെങ്കിലും ആപത്തുണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ അകന്നു പോവുകയും ചെയ്യും. ഒരുത്തനെ എനിക്ക് തട്ടിക്കളയണമെന്നുണ്ടമ്മേ, ആ മേഘനാഥനെ.
ദൈവം കൊടുത്ത ജീവൻ എടുക്കാനേ നമുക്ക് അധികാരമില്ല മോനെ. പിന്നെ അവരെ ശിക്ഷിക്കാം, അതിനുള്ള അവസരം ഉടനെ ഒത്തുവരും. ആ കണ്ണൻ സാറിന്റെ മഹാലക്ഷ്മിയുടെ ചുറ്റിനും ശത്രുക്കൾ ഒരുപാടുണ്ട്. അപ്പോ അങ്ങനെ അല്ലാത്തവരോ? അവര് കുറച്ചേ ഉള്ളുവെങ്കിലും അവരെല്ലാവരും ശക്തരല്ലേ? നീയും നിന്റെ കൂട്ടുകാരനും പിന്നെ കണ്ണനൊരു ചങ്ങാതി ഉണ്ടല്ലോ, ആനന്ദ് സാറ്. ആ മോനും ആ മോന്റെ ഭാര്യയും ഒക്കെ കണ്ണനും മഹാലക്ഷ്മിക്കും വേണ്ടി ജീവൻ കളയുന്നവരാ. അതിലുപരി ദൈവത്തിന്റെ എന്റെ ഒക്കെ നോട്ടം അവരുടെ ജീവിതത്തിൽ ഉണ്ടല്ലോ മോനെ. മഹാലക്ഷ്മിയുടെ അത് സുഖപ്രസവമായിരിക്കും അമ്മേ? എന്ന് ചോദിച്ചാ പ്രസവമൊക്കെ സുഖപ്രസവമായിരിക്കും. പക്ഷേ